ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുമ്പളങ്ങയും അതുപോലെ തന്നെ പച്ചമാങ്ങയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഈയിടെയായിട്ട് ചാനലിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ പച്ചമാങ്ങ സീസൺ ആണല്ലോ. അപ്പം മുന്നോട്ടുള്ള ബാക്കിലോട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറേ വീഡിയോസ് നമ്മൾ ഈയിടെയായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പ്ലേലിസ്റ്റും ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം. എന്നിട്ട് ചെറിയൊരു കഷ്ണം ഞാൻ കാണിച്ച പോലെ ഒരു കഷ്ണം കുമ്പളങ്ങ കുറച്ച് വലുപ്പമുള്ള പീസാക്കിയിട്ട്, ഒരുപാട് വലുതാവണ്ട, ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ടു. ഒരു പച്ചമുളക്, നല്ല എരിവുള്ളതാണ്. എരിവ് കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ ചേർത്തോളൂ കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് തന്നെ വേവിക്കണം. കുമ്പളങ്ങ ഒന്ന് വെന്ത് വരണം. ഈ സമയത്ത് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, മീഡിയം വലുപ്പത്തിലുള്ള ഒരു മാങ്ങ. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി കുറവുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 1.5 മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം, പുളിക്കനുസരിച്ച്. നല്ല പുളി ഒരുപാട് കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ആ പുളിക്കനുസരിച്ചിട്ടോ അരമുറിയൊക്കെ ചേർത്ത് കൊടുത്താലും മതി. നിങ്ങളുടെ പുളിക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് അത്യാവശ്യം നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം മാങ്ങ ചേർക്കേണ്ട കുമ്പളങ്ങയുടെ കൂടെ, കാരണം മാങ്ങ പെട്ടെന്ന് തന്നെ വെന്തങ്ങ് ഉടയും. അതുകൊണ്ടാണ് നമ്മൾ കുമ്പളങ്ങ ഏകദേശം ഒരു 1/4 വേവൊക്കെ ആയി വരുമ്പം വേണം നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാൻ. എന്നാൽ മാങ്ങയും കുമ്പളങ്ങയും ഒന്നും ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഏകദേശം കുമ്പളങ്ങ അത്യാവശ്യം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൊലിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തത്, കാരണം വീട്ടിലുള്ള മാങ്ങ തന്നെയാണല്ലോ. ഈ തൊലിയോട് കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോവില്ല. നമ്മൾ തൊലി ചെത്തിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നല്ല തൊലി കട്ടിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 75% ഒന്ന് ചീകി മാറ്റിയതിന് ശേഷം ചേർത്താലും മതി കേട്ടോ. ചില മാങ്ങ തൊലി നമുക്ക് കടിക്കാൻ പറ്റില്ല, അത്രയും കട്ടിയായിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഈ മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ, ഉടയാതെ ശ്രദ്ധിക്കുക. ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ പീസസാക്കി കട്ട് ചെയ്തൊന്ന് പൾസ് മോഡിൽ കറക്കി എടുത്ത തേങ്ങയാണ്. അപ്പോൾ ഇതാ ഒരു 2-3 ചെറിയ ഉള്ളി കേട്ടോ. ഇനി ഒരു വെളുത്തുള്ളി, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ചേർത്തോളൂ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. എന്നിട്ട് ഒരു നുള്ള് ഉലുവ കേട്ടോ. ഉലുവയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത്, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി, ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. വറുത്ത ഉലുവയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവൊന്നും ഒരുപാട് കൂട്ടണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം നമുക്ക് ലൂസാവണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് ലൂസാക്കരുത്, ഓവറായിട്ട് തിക്കാക്കുകയും ചെയ്യരുത്. ചെറുതായിട്ട് നമ്മുടെ മാങ്ങയൊക്കെ ഒന്നൊരു 3-4 പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഒരു പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. 1-2 കുമ്പളങ്ങയുടെ പീസ് കൂടെ ഒക്കെ ഉടച്ചു കൊടുക്കാം. എല്ലായിട്ടും ഉടച്ചെടുക്കരുത്, 1-2 പീസസ് അത്രയും മതിയാവും കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, പച്ചവെള്ളം ചേർക്കാതിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യുക. തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. അതായത് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഇത്തിരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു സ്വല്പം കളർ ചേഞ്ച് വരും, നല്ല യെല്ലോയിഷ് ആയിരിക്കില്ല. എരിവ് അത്യാവശ്യം വേണ്ടുന്നവർക്ക് ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാത്തവർ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് തിള വരുമ്പോൾ, ഇപ്പം തിളച്ചിട്ടില്ല, തിള വരുന്ന സമയം നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് തിള വരുന്നു തോന്നുമ്പോൾ
ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മതി. ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം പുളി വേണം, മാങ്ങയുടെ പുളി വേണം. തീരെ പുളി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം മാങ്ങയുടെ പുളിയും വേണം, അത്യാവശ്യം എരിവും വേണം. ആ ഒരു രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒത്തിരി തിക്കാക്കുകയും ചെയ്യരുത്, ഒരുപാട് ലൂസാക്കുകയും ചെയ്യരുത്. കാരണം തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒത്തിരി കൂടെ ഒക്കെ ഒന്ന് കുറുകും. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കുറുക്കി വെച്ചാലും ഇരിക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു 4-5 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓഫ് ചെയ്തതിന് ശേഷമാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ചൂടിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ മുളക് പൊടി ഇങ്ങനെ നമ്മളൊന്ന് വറുത്തുകൂടി ചേർക്കുമ്പോൾ. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു പപ്പടമൊക്കെ മതി നമുക്ക് ചോറിനാൻ. എരിവിന് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം എരിവ് നന്നായിട്ട് വേണ്ടുന്നവർക്ക് എരിവിൻ്റെ അളവ് കൂട്ടുക, പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാലും മതി കേട്ടോ. അപ്പോൾ നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവിൻ്റെ അളവ് കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്താലും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.